ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. വണ്ടൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾക്ക് ഒടുവിൽ പരിഹാരമാകുന്നു. മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾക്കെല്ലാം ബജറ്റിൽ തുക വകയിരുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരമാകുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇതിനായി 21 കോടി രൂപ മുൻപ് തന്നെ മാറ്റിവെച്ചിരുന്നുവെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് സ്ഥലമേറ്റെടുപ്പിനായി തുക അനുവദിക്കാതിരുന്നതാണ് പദ്ധതി വൈകാൻ കാരണമായത്. എന്നാൽ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾക്കായി 5 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠനത്തിനായുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കളക്ടർക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഓവർബ്രിഡ്ജ് നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും വിവാദമായിരുന്ന ഒന്നാണ് നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് വാണിയമ്പലത്ത്. യഥാർത്ഥത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ പറഞ്ഞതാണ്, സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നു അതിന് പണം വെക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായ 21 കോടി രൂപ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് വേണ്ടി നീക്കിവെച്ചിട്ട് വർഷങ്ങളായി. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ മൂലം നമുക്കത് ലഭിച്ചു. പക്ഷേ ഇത്രയും പിന്നെയും നീണ്ടുപോയത് സംസ്ഥാന ഗവൺമെൻറ് അത് പണം നീക്കിവെക്കാത്തതുകൊണ്ടാണ് ഭൂമി വാങ്ങുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പണം നീക്കിവെക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും റെയിൽവേയോട് അതിനാവശ്യമായ പണം കൂടി അനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് റെയിൽവേക്ക് തന്നെ തിരിച്ചു കൊടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ അതിനെ പോലും കാത്തിരിക്കേണ്ട, റെയിൽവേന് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. റെയിൽവേയെ നമ്മൾ അറിയിക്കും. സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം എത്രയാണോ അത് നൽകും. അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്കാണ് 5 കോടി രൂപ നീക്കിവെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥലമെടുപ്പാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായി നിന്നിരുന്നത്. അപ്പോൾ സ്ഥലമെടുപ്പുള്ള പണം നീക്കി വെച്ചിട്ടുണ്ട്. ഇനി റെയിൽവേ ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ സ്ഥലം എത്രയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നൽകിയിരുന്നു. ആ സ്ഥലം ലാൻഡ് അക്വിസിഷൻ നടത്തി റെയിൽവേക്ക് ഏൽപ്പിക്കണം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളുണ്ട്. കാരണം ഇതിനു വേണ്ടി പാരിസ്ഥിതിക ആഘാത പഠനത്തിന് വേണ്ടി കമ്മിറ്റി വെക്കണം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടിയിലേക്ക് പോകാം. അപ്പോൾ അത്തരം കാലതാമസമല്ലാതെ ഇന്ന് നമ്മുടെ മുന്നിൽ ഭൂമി വാങ്ങുന്ന കാര്യത്തിലോ ബ്രിഡ്ജ് പണിയുന്ന കാര്യത്തിലോ നമുക്ക് പണം ലഭിക്കാത്ത സാഹചര്യമില്ല. ഇത്തരം നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള സമയം കഴിഞ്ഞാൽ, ഇതിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പ്രവൃത്തി തുടങ്ങാൻ കഴിയും. ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല പാലം, തുവൂർ പഞ്ചായത്തിലെ മാതോത്ത് പാലം എന്നിവയുടെ നിർമ്മാണത്തിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷം തന്നെ ഇവയുടെ പ്രവൃത്തികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടൂർ മണ്ഡലത്തിലും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനമായും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ച, അത് തുവൂർ ആണെങ്കിലും ചോക്കാടാണെങ്കിലും തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത്, അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ ആദ്യ ബഡ്ജറ്റിൽ തന്നെ തുവൂർ പഞ്ചായത്തിലെ മാതോത്ത് പാലം ഉൾപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ. അതേപോലെ ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല പാലവും ആദ്യ ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞതാണ്. അത് രണ്ടും ഇന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം തന്നെ അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയും. വണ്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായ കാളികാവ് റോഡിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിനായുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കായി 5 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതോടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പറ്റുമെന്നും മന്ത്രി പറഞ്ഞു. വണ്ടൂർ പഞ്ചായത്തിലെ ഏറെ കാലമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് കാളികാവ് റോഡിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് ഒരു ബൈപ്പാസ് വേണമെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പുമായി കാര്യത്തിന് 5 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിയും. വിവിധ വികസന പദ്ധതികൾക്കായി തുക അനുവദിച്ചതോടെ വണ്ടൂർ മണ്ഡലത്തിലെ യാത്രാക്ലേശത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.